ഹായ്, വെൽക്കം ടു സിജൂസ് ടൈനി പ്ലാനറ്റ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിനെയാണ്. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മാരാരി വില്ലേജിലെ കോസ്റ്റൽ ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ബീച്ച് റിസോർട്ടാണ്. ഏകദേശം 13 ഏക്കർ സ്ഥലമുണ്ട് ഈ റിസോർട്ടിന്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററും കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 73 കിലോമീറ്ററും ദൂരെയാണ് ഈ റിസോർട്ടിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ നമുക്ക് റിസോർട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ റിസോർട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് റിസോർട്ടിലേക്ക് എത്തുന്നത്. റിസപ്ഷനിൽ ഞങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പേയ്മെൻറ്റും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റൂം അസൈൻ ചെയ്തു. കോട്ടേജസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ട്വിൻ ഷെയറിങ് കോട്ടേജസാണ്. അപ്പോൾ ഒരു കോട്ടേജിൽ 2 സൈഡിലും വീടുണ്ടാവും. അങ്ങനത്തെ കോട്ടേജസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നമ്മളിപ്പോൾ കോട്ടേജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ മൊത്തം ഫാമിലി ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയും ഫാമിലിയും എൻ്റെ പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കോട്ടേജസിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ തറവാടുകളുടെ ഡിസൈനാണ്. പഴയ വീട്, ഓടിട്ട വീടിൻ്റെ ഡിസൈനാണ്. നല്ല പില്ലറുകളും ഒരു ഗ്രാമീണ ടച്ച് തരുന്ന രീതിയിലുള്ള കോട്ടേജസാണ് ഇവിടെയുള്ളത്. ചുറ്റും മാവിൻ്റെയും പ്ലാവിൻ്റെയും മരങ്ങളും തെങ്ങ്, ഒരു കേരളീയ ടച്ച് മൊത്തത്തിൽ തരുന്ന ഒരു റിസോർട്ടാണ്. ആദ്യം തന്നെ നമുക്ക് എൻ്റെ റൂമിലേക്ക് കിടക്കാം. റൂം 2 വാതിലുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ വാതിലൂടെ കിടക്കുകയാണ്. റൂമിൻ്റെ അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. എ സിയും ഒരു ഫാമിലി കോട്ടും ബെഡും ചെയർസും ടീ ടേബിളും ടിവിയും നോർമൽ ഒരു നല്ല റിസോർട്ടിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും റൂമിൻ്റെ അകത്തുണ്ട്. ഈ റൂംസിലെ ബാത്റൂമുകൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് നെറ്റ് വെച്ച് ഓപ്പൺ ഏരിയയാണ്. മഴ പെയ്യുമ്പോൾ നമ്മുടെ ബാത്റൂമിലേക്ക് തന്നെ ഒരു സൈഡ് നല്ല മഴ പെയ്യും. അവിടെ ഒരു നല്ലൊരു മരത്തൈ നട്ടിട്ടുണ്ട്. ഗ്രാവലൊക്കെ വെച്ച് നല്ല രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കണേ. ബാത്റൂം ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് ബാത്റൂമിൽ. റൂമിന് വേറൊരു വാതിലുണ്ട് ബാക്ക് യാർഡിലേക്ക് പോകാനായിട്ട്. ബാക്ക് യാർഡിലാണെങ്കിൽ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല പച്ചപ്പാണ്. ആ പച്ചപ്പിൽ മരത്തിൽ തന്നെ നമുക്ക് ആടാനുള്ള ഒരു നെറ്റ് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും കിടന്ന് നമുക്ക് ആടാം. അപ്പോൾ ഞങ്ങളുടെ 2 ഫാമിലിക്കും തൊട്ടടുത്താണ് കോട്ടേജ് തന്നത്. ഞങ്ങളൊന്ന് സെറ്റിലായ ശേഷം ഞങ്ങൾ പുറത്തേക്ക് നടക്കാനിറങ്ങി. നല്ലൊരു പറമ്പ് തന്നെ ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക്. ആ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ പഴയ കാലം നമുക്ക് ഓർമ്മ വരും. ഊഞ്ഞാലുകൾ കിട്ടിയ വലിയ മരങ്ങൾ. കുറച്ച് നേരം ഞങ്ങൾ ഊഞ്ഞാലാടി. എൻ്റെ ഫാദർ അടക്കം അതിൽ ഊഞ്ഞാലാടി. എല്ലാവരും അത് ആസ്വദിച്ചു നന്നായി. അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കിഡ്സ് ഏരിയയിലേക്കാണ് പിന്നെ നമ്മൾ എത്തുന്നത്. കിഡ്സ് ഏരിയയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ചുറ്റും ചെറിയ ചെറിയ കുളങ്ങൾ അവർ കുഴിച്ചിട്ടുണ്ട്. അതിൽ വെള്ളവും ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനുകളുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ കിഡ്സ് ഏരിയയിലേക്ക് പോയി. അവിടെ ഊഞ്ഞാലും സ്ലൈഡറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾ ആസ്വദിച്ചു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രോപ്പർട്ടി മൊത്തം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴി റൈറ്റ് സൈഡിൽ കുളവും ലെഫ്റ്റ് സൈഡിൽ ഒരു ചായക്കട പോലെ ഓല വെച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ നീങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. അവർ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഹാബിറ്റാറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ബട്ടർഫ്ലൈ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. കുറേ ചെടികളും അതൊക്കെ ഞങ്ങൾ കണ്ടു. ബട്ടർഫ്ലൈകളൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചുറ്റും നിങ്ങൾക്ക് ഒരു സൈഡ് വെള്ളക്കെട്ടും ഒരു സൈഡിൽ കൃഷിത്തോട്ടമാണ്, ഫാമാണ്. പലതരത്തിലുള്ള പച്ചക്കറികളും പച്ചമുളകും പയർ, വാഴ, നെല്ല്, അങ്ങനെ പല പല കൃഷികൾ നടക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഞങ്ങൾ കണ്ടാസ്വദിച്ചു. അതിനുശേഷം കുറച്ച് നീങ്ങി കഴിയുമ്പോൾ ഇടതുവശത്ത് ഒരു ഫാമുണ്ട്. ഫാമിൽ താറാവും കോഴിയും പശുക്കൾ, അങ്ങനെ പഴയകാല രീതിയിലുള്ള നല്ല രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു
ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഫീലായിരുന്നു അവിടെ ചെന്നപ്പോൾ. അത് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുളം പോലെ ഒരു ഏരിയ, അതിൻ്റെ നടുക്കേക്ക് ഒരു ഏർമാടം പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഞങ്ങളത് പതുക്കെ പോയി. പക്ഷേ അത് കുറച്ച് പഴക്കമേറിയുണ്ട്, അതിൻ്റെ റൂഫൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നല്ലൊരു തണുപ്പാണ്, നമുക്ക് നല്ലൊരു ഫീലാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു ലോൺ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ എല്ലാ സ്ഥലത്തും നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ലൊരു ഭംഗിയാണ് കാണാൻ, എല്ലാം പച്ചപ്പായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് ബെഞ്ചുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ചുകളെല്ലാം ഓല മെഴിഞ്ഞ ഒരു കൂടാരത്തിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിൽ കൊള്ളാതെ നമുക്ക് കുറച്ച് നേരം അവിടെ ആസ്വദിച്ചിരിക്കാം. അവിടെ മറ്റു സ്പോർട്സ് ഐറ്റംസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷട്ടിൽ കളിക്കാനുള്ള ഓപ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഷട്ടിൽ ബാറ്റും കോക്കും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെടുത്ത് കളിച്ചു കുറച്ച് നേരം. അത് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ എന്തൊക്കെയുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഞങ്ങൾ നോക്കാൻ ഇറങ്ങി. അപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടു, അപ്പുറത്ത് ഡൈനിങ് ഏരിയ കണ്ടു. ഡൈനിങ് ഏരിയ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4 മണി 5 മണി സമയമായിരുന്നു, ചായയുടെ സമയമായിരുന്നു. ചായ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചായക്കട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ചായ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ചായ മേടിച്ച് കുടിച്ചു. അത് നല്ലൊരു ഫീലായിരുന്നു. പഴയ കാലത്തെ ഒരു രീതിയിൽ നമ്മളെ കൊണ്ടുപോയി. അവിടുത്തെ ഷെൽഫുകളും അതിൽ കുറേ ബുക്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബുക്സ് എടുത്ത് വായിക്കാം. നല്ല ഫാനും ഇതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ആ കൂടാരത്തിൽ. നല്ല ലൈറ്റപ്പും ചെറിയൊരു പാട്ടുമൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്കുള്ള യാത്ര. ഈ പ്രോപ്പർട്ടി എൻ്റെ ബീച്ചിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പതുക്കെ നടന്നു. കുറച്ച് നടക്കാനുണ്ട്. അത് മുഴുവനും അവരുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ നടുവിൽക്കൂടെ ഞങ്ങൾ നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ബീച്ചിലിറങ്ങി തിരിച്ച് കയറുമ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഷവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് എത്തി. അടിപൊളി ബീച്ച്, ഒരു രക്ഷയില്ല. നല്ല ക്ലീൻ ആൻഡ് കാം ബീച്ച്. അവിടുത്തെ ഇൻമേറ്റ്സിന് മാത്രം നമ്മൾ ആ ബീച്ചിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ ഒട്ടും കാണാനില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, സേഫ് ഗാർഡ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബീച്ച് ഫീലാണ് നമുക്ക് അവിടെ കിട്ടിയത്. നീറ്റാണ്, നല്ല നീറ്റായിരുന്നു ബീച്ച്. പിള്ളേരവിടെ കളിക്കാനൊക്കെ തുടങ്ങി. ഒരുവിധം അവിടുത്തെ ഇൻമേറ്റ്സ് എല്ലാവരും അവിടെ ബീച്ചിലുണ്ടായിരുന്നു. അവർ ബീച്ച് നന്നായി ആസ്വദിച്ചു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ ബീച്ചിൽ ആസ്വദിക്കാൻ വേണ്ടി കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നേരം ഇരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ആ ബീച്ച് ആസ്വദിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് കയറിയത്. ഞങ്ങൾ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂളിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ട് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി ഡിന്നറിന് വേണ്ടിയിട്ട് ഓപ്ഷൻ നോക്കി. അവിടെ ബുഫേ ഞങ്ങൾക്ക് ഒരു എക്സ്പെൻസീവായിട്ട് തോന്നി. ഞങ്ങളിൽ കുഞ്ഞു കുട്ടികളുണ്ട്, അവർക്കൊന്നും ഒരു ബുഫേ മുതലാവില്ല. അപ്പോൾ ഞങ്ങൾ അല്ലാക്കാട്ടിയാണ് എടുത്തത്. ഞങ്ങൾ മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഞങ്ങൾക്ക് ഈ ഓല മേഞ്ഞ ഷെഡിലേക്ക് സെർവ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. രാത്രി ചീവിടുന്ന ശബ്ദവും നല്ല ഇരുട്ടും ഈ ഓല മേഞ്ഞ ഷെഡിൻ്റെ കീഴിൽ ഭക്ഷണം കഴിക്കലും നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. വേറെ അധികം ഫാമിലിയൊന്നും അതിൻ്റെ അടിയിലേക്ക് വന്നില്ല. എല്ലാവരും ഡൈനിങ് ഹാളിലാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പതുക്കെ പുറത്ത് കോമ്പൗണ്ടിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഇൻഡോർ ഗെയിംസ് ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ അന്നത്തെ രാത്രി അങ്ങനെ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കാൻ പോയി. അതൊരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു. നല്ല നീറ്റ് ബീച്ച്, അധികം പേരൊന്നുമില്ല. ഇൻമേറ്റ്സ് ആയാലും കുറച്ച് പേര് മാത്രം ബീച്ചിലേക്ക് വന്നിട്ടുള്ളൂ. നല്ല നീല നിറം. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ അവിടേക്ക് ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് സൂര്യൻ നന്നായി ഉദിക്കുന്ന സമയം വരെ ഞങ്ങൾ ബീച്ച് നന്നായി ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടുന്ന് വൈൻഡപ്പ് ചെയ്തു. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ട്. ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയത്. ഇതുപോലെ നല്ല അടിപൊളി കാഴ്ചകൾ സമ്മാനിക്കുന്ന വീഡിയോസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.